ഹായ്, അപ്പം ഞാനും അനഘയും കൂടി സന്ധ്യ ആകുമ്പോൾ ഒന്ന് പുറത്തിറങ്ങാമെന്ന് വിചാരിച്ചു. വേറെ എവിടെയല്ല, നമ്മുടെ സ്വന്തം മടിവാളെ തന്നെ ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ ഓണമൊക്കെ വരല്ലേ, അപ്പോൾ അവൾക്കും ടോപ്പ് എന്തെങ്കിലും എടുക്കണം എന്നുണ്ടായിരുന്നു, കുർത്തിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നോക്കാമെന്ന് പറഞ്ഞ് അവളും വന്നു. പിന്നെ എനിക്കും 2-3 സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഞാനും ഇറങ്ങി. അപ്പം നമ്മൾ രണ്ടുപേരും ഇങ്ങനെ നടക്കുകയാണ്. നല്ല രസമാട്ടോ, നല്ലൊരു സന്ധ്യയൊക്കെ ആകുമ്പോൾ നല്ലൊരു വൈബാണ് മടിവാളയിൽ ആക്ച്വലി. പിന്നെ ഇപ്പോൾ വിനായക ചതുർത്ഥി ആയതുകൊണ്ട് അതിൻ്റെ ഫുൾ പരിപാടിയിലാണ്. റോഡ് മൊത്തം ഡെക്കറേഷൻസും ലൈറ്റ്സും ഒക്കെയാണ്. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ 1 വീക്കൊക്കെ നീണ്ടു നിന്ന പരിപാടിയാണ് കേട്ടോ വിനായക ചതുർത്ഥിക്ക്. ഇടയ്ക്കൊക്കെ സ്ട്രീറ്റ് ഷോപ്പിംഗ് ഒക്കെ ഉണ്ട്, ഭയങ്കരമായിട്ടൊന്നുമില്ല, എന്നാലും ചെറുതായിട്ട് അവിടെ എവിടെയൊക്കെ ആയിട്ട് സ്ട്രീറ്റ് ഷോപ്പിംഗ് ഒക്കെ ഉണ്ട്. ഞങ്ങൾ വഴിയിലിങ്ങനെ മാല കണ്ടിങ്ങനെ അവിടെ സ്റ്റക്കായിപ്പോയി. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആ മാല, പക്ഷേ 500 രൂപയൊക്കെയാണ് ചേട്ടൻ പറയണത്. അത് കേട്ടപ്പോൾ അവിടെ തന്നെ വെച്ചു, വേണ്ടാന്ന് വിചാരിച്ചു. പിന്നെ ഞങ്ങളൊരു റോഡ് സൈഡ് തന്നെ ഒരു കടയിൽ കയറി, കുർത്തീസ് കണ്ട് കയറിയതാണ്, പക്ഷെ അവൾക്കൊന്നും ഇഷ്ടമായില്ല. ഞങ്ങളുടെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് വെങ്കടേശ്വരയായിരുന്നു. അപ്പോൾ വെങ്കടേശ്വരയിലേക്കാണ് പോണത്. വെങ്കടേശ്വര എന്ന് പറഞ്ഞാൽ ആക്ച്വലി കുറച്ച് റേറ്റ് കുറഞ്ഞ സാധനങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അവിടെ ഒന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഫസ്റ്റ് ഫ്ലോറിൽ കിഡ്സിൻ്റെ സെക്ഷനാണ് കേട്ടോ. പിന്നെ സെക്കൻഡ് ഫ്ലോറിലാണ് ലേഡീസ്, പിന്നെ തേർഡിലാണ് ജെൻസിൻ്റെത്. അത്യാവശ്യം ഓപ്ഷൻസൊക്കെ ഉണ്ട്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ നല്ല ക്ഷമ വേണം, കാരണം ഒരുപാട് നോക്കാനുണ്ട്. നോക്കി നല്ലൊരു സാധനം കിട്ടണമെങ്കിൽ ഒത്തിരി നേരം ഇങ്ങനെ തിരയണം. അവൾക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്നത്. ഞാനിങ്ങനെ ഓരോന്ന് നോക്കുമായിരുന്നു, എനിക്കും ഒന്നും ഇഷ്ടപ്പെട്ടൊന്നുമില്ല. നമ്മൾ കുറേ നേരം നിന്ന് നോക്കണം, എന്നാൽ മാത്രം ഭാഗ്യമുണ്ടെങ്കിൽ മാത്രം നല്ലത് കിട്ടും. ആക്ച്വലി മാല നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് ആക്ച്വലി ഇങ്ങനെ ഒരു മാല വേണമായിരുന്നു. ആക്ച്വലി എനിക്ക് മുടി കളർ ചെയ്യണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളൊരു സലോൺ കൂടെ തിരഞ്ഞുകൊണ്ട് ഇങ്ങനെ നടക്കുമായിരുന്നു. അപ്പോഴാണ് ഞങ്ങളുടെ കണ്ണിലൊരു സലോൺ പെട്ടത്. ഒരാൾക്കൊരു മുടി ഒന്ന് കളർ ചെയ്യണമെന്ന്, പക്ഷെ 2 മണിക്കൂർ പോസ്റ്റ് ആവുമ്പോൾ നമ്മൾ കളർ ചെയ്യാൻ വന്നിരിക്കുകയാണ്. എന്താണ് ഈ സലോണിൻ്റെ പേരൊന്നും നോക്കാതെ കയറി. ഹായ് ഗൈസ്, ഹലോ ഗൈസ്. അങ്ങനെ ഞങ്ങൾ കളർ ചെയ്യാൻ വന്നിരിക്കുകയാണ്. ഫൈനലി ഞങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യാവുന്നതാണ്. ത്രെഡിങ് कर रही है. എടി എന്താണ് ഇതിൻ്റെ പേര്? ഇതാണ് സലോണിൻ്റെ പേര്, ഹെയർ ഓൺ യൂണിസെക്സ് സലോൺ. മെയിൻ മടിവാളയിൽ മെയിൻ റോഡിൽ തന്നെയാണ്. കുഴപ്പമില്ല. സെയിൻ മാലിക് ഒക്കെ ഉണ്ട്. പിന്നെ അനഘ എന്നെ തെറി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. 1.5 hour എടുക്കുമെന്നാണ് പറയണത്. ഇപ്പോൾ ഒരു കൊച്ച് ത്രെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മളിങ്ങനെ
വെയിറ്റ് ചെയ്യാണ്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? അനക്ക് ഒന്നും പറയാനില്ല. അപ്പം നമുക്ക് ഹെയർ കളർ ചെയ്തിട്ട് കാണാം. ഓക്കെ 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 ഓക്കെ. അങ്ങനെ ഫൈനലി ഞങ്ങളുടെ ടൈം എത്തി. സോ ആൾ ഹെയറൊക്കെ ചെക്ക് ചെയ്തിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു നല്ല ഓയിലി ആണല്ലോ, അപ്പോൾ ഹെയർ വാഷ് വേണ്ടി വരും. ഹെയർ വാഷ് കഴിഞ്ഞാൽ ചേച്ചി സുഖല്ലേ? മുടി ഇപ്പൊ കാണിക്കാൻ പറ്റില്ല, മുടി കളറടിച്ചാകെ കുളമായി. ഹായ് ഗായ്സ്, അപ്പോൾ ഇന്നലെ കളർ ചെയ്യാൻ പോയി. അപ്പോൾ കളറൊക്കെ ചെയ്ത് ഞങ്ങൾ എത്തുമ്പോൾ തന്നെ കുറേ ലേറ്റായിട്ടോ. സോ ഇന്നത്തെ കോൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ആക്ച്വലി സലോണിലെ ചേച്ചി പറഞ്ഞത് ഒന്ന് വാഷ് ചെയ്യുമ്പോഴേക്ക് ഒന്നുകൂടെ ലൈറ്റ് ആവുമെന്നാണ് പറഞ്ഞത്. സോ ആക്ച്വലി എൻ്റെ ഇവിടെ നിങ്ങൾക്കൊന്നും കാണാൻ പറ്റില്ല, കാരണം ഞാൻ അങ്ങനെ അവിടെ അത്രയും ഹൈലൈറ്റ് ചെയ്തിട്ടില്ല. സോ ദിസ് ഈസ് ഹൗ മൈ ഹെയർ ലുക്സ് ആഫ്റ്റർ കളറിങ്. സോ യാത്രേ ഉള്ളൂ. അപ്പോൾ ഇനി ഹെയർ ഒന്ന് വാഷ് ചെയ്യുമ്പോൾ ബാക്ക് ടു നോർമൽ ആവും. അത് അവർ ഇന്നലെ കളർ ചെയ്ത് സ്ട്രെയിറ്റ് ഒക്കെ ചെയ്ത് ഇങ്ങനെ ഒന്ന് സെറ്റാക്കി വെച്ചാണ്. ബട്ട് ഐ ലൈക്ക് മൈ ലൈക്ക് ദാറ്റ് നാച്ചുറൽ കേൾസ്, എനിക്കതാണ് ഇഷ്ടം. സോ ജസ്റ്റ് ഒന്ന് ഹെയർ ഒക്കെ വാഷ് ചെയ്താൽ ബാക്ക് ടു നോർമൽ ലൈക്ക് ആ സെയിം തന്നെ ആയിക്കോളും. ആൻഡ് സ്കാൽപ്പിൽ ഞാൻ അത്രയും ഹൈലൈറ്റ് ചെയ്തിട്ടില്ല, കുറച്ചുകൂടെ അറ്റത്താണ് കുറച്ചുകൂടെ നന്നായിട്ട് കളർ ചെയ്തത്. യാ, ഓവറോൾ ഐ തിങ്ക് ഇറ്റ്സ് ഗുഡ്. അത്രയ്ക്കൊക്കെ കാണാനുണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല, കാരണം ഞാൻ ചെയ്തതും അത്രേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അത്രേ ഒരു ഹൈലൈറ്റ് വേണ്ടാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറയാം. എനിക്ക് വലിയ മാറ്റമൊന്നും തോന്നുന്നില്ല. ഇനിയിപ്പോൾ യാ, പിന്നെ എനിക്ക് എൻ്റെ മുടി ഇങ്ങനെ, എനിക്ക് ആ മറ്റേ കേളായിട്ടിരിക്കണതാണ് ഇഷ്ടം എൻ്റെ മുടി. അതുകൊണ്ട് കുളിച്ചൊന്ന് സെറ്റായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ കളർ ചെയ്ത് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ കമൻറ്റ് ചെയ്യുക. പിന്നെ ദാറ്റ്സ് ഇറ്റ്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, ബൈ.